കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കം പുതിയ തലത്തിലേക്ക്. വി ഡി സതീശനെ പിന്തുണച്ച് മുസ്ലിം ലീഗ് പരസ്യമായി രംഗത്ത് വന്നതോടെ ചർച്ചകൾ വീണ്ടും ചൂടുപിടിക്കുകയാണ്. പ്രസ്താവനയിൽ കെ.സി. ചെന്നിത്തല വിഭാഗങ്ങൾക്ക് അതൃപ്തിയുള്ളതായാണ് സൂചന. അതേസമയം സതീശന് പിന്തുണ നൽകി മുന്നോട്ടു പോകാൻ തന്നെയാണ് ലീഗിന്റെ തീരുമാനം. എ.ബി. ജോൺ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. എ.ബി., തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, അപ്പോൾ വിജയിക്കുക, അത് 100% ആത്മവിശ്വാസം പ്രകടിപ്പിക്കുക സ്വാഭാവികമൊക്കെ തന്നെയാണ്. പക്ഷേ കോൺഗ്രസ് അവിടെ നിന്നൊക്കെ കടന്നൊരു പടി കൂടി മുന്നിലാണ്. വോട്ടെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ഈ മുഖ്യമന്ത്രി ആര് എന്നുള്ള ചർച്ചകളാണ്. ഇപ്പോൾ ആ മുഖ്യമന്ത്രി ചർച്ചകൾ തന്നെ പുതിയ തലത്തിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും വി ഡി സതീശന് ലീഗ് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ നമുക്കറിയാം, ഉറപ്പാണ് കെ.സി. വിഭാഗവും ചെന്നിത്തലയും ഒക്കെ അതിന് എതിർപ്പുമായി എത്തും. അത് ഉറപ്പാണ്, സ്വാഭാവികമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ നിലവിലുള്ള ഒരു അവസ്ഥ മുന്നണിയിലെ? മായ, ഈ ചരിത്രത്തിൽ ഒരിക്കലും തന്നെ ഇല്ലാത്തൊരു രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ലീഗിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഈ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആ നിലയ്ക്ക് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ഒരു നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള അഭിപ്രായ പ്രകടനങ്ങളോ ഘടകകക്ഷികൾ നടത്താത്ത ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ അതിനൊക്കെ തന്നെയും വിഘാതമായിക്കൊണ്ടാണ് ഇപ്പോൾ ലീഗ് ആ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം. സ്വാഭാവികമായും ഈ MLA-മാരുടെ പിന്തുണ അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധിച്ചു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായും കെ.സി. വേണുഗോപാലിന് തന്നെയാണ് അത്തരത്തിൽ MLA-മാരുടെ പിന്തുണ ലഭിക്കാൻ സാധ്യതയെന്ന് നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിരുന്നു. അത് കാരണം അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് തന്നെയാണ് സീറ്റുകൾ നൽകുകയും ആ നിലയ്ക്ക് ഇലക്ഷന് മുമ്പേ ഇതിനുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെയും കെ.സി. ആ നിലയ്ക്ക് തന്നെയാണ് നടത്തിക്കൊണ്ട് വന്നതും. അതിനുശേഷം ഒപ്പം ഈ വി ഡി സതീശന് ആ നിലയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു പിന്തുണ MLA-മാരുടെ ഭാഗത്തുനിന്നും ലഭിക്കില്ല എന്നുള്ള ഒരു പൊതു ചർച്ചയും നിലനിൽക്കുന്ന സാഹചര്യമായിരുന്നു. ഇതിൻ്റെയൊക്കെയും അവസാനമാണ് ഇത്തരത്തിൽ ഈ സർവേയുമായി ബന്ധപ്പെട്ട്, അതായത് എക്സിറ്റ് പോളുകൾ വന്നതിന് ശേഷമാണ് ഇത്തരത്തിലൊരു പ്രതികരണമേ മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. സർവേയിൽ പറഞ്ഞത് പ്രധാനമായും കോൺഗ്രസ് നേതാക്കളിൽ വി ഡി സതീശൻ തന്നെയായിരുന്നു ഏറ്റവും മുൻഗണന, അല്ലെങ്കിൽ അദ്ദേഹമായിരുന്നു ഈ ഒരു അധിക മാർക്ക് മേടിച്ച് മുന്നിലേക്ക് എത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അതാണ് അത് ലീഗ് ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ ലീഗിന്റെ വെറും ഒരു ഏതെങ്കിലും ഒരു നേതാവല്ല എന്നതാണ് ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയത് എന്നതും എടുത്തു പറയണം. തങ്ങളാണ് ആ ഒരു തീരുമാനം അല്ലെങ്കിൽ ആ ഒരു അഭിപ്രായ പ്രകടനം പരസ്യമായി പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്തായാലും സ്വാഭാവികമായും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതിനു വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള ശ്രമങ്ങൾ, പലതരത്തിലുള്ള പരിപാടികളൊക്കെ തന്നെയും ഈ മൂന്ന് നേതാക്കളും അവരെ കൊണ്ടാകുന്നതിനോ അല്ലെങ്കിൽ അവരുടെ അണികളെ കൊണ്ടൊക്കെ തന്നെ കൃത്യമായ രീതിയിൽ ഇതിലൊരു ചർച്ചാ വിഷയമാക്കി നിർത്തുന്ന ഒരു നടപടി ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെയും അവസാനം പാർട്ടി നേതൃത്വം തന്നെ ഇടപെട്ട് ഇത്തരത്തിലുള്ള പരസ്യ പ്രസ്താവനകൾ പാടില്ല എന്നുള്ള ഒരു തിട്ടൂരം നൽകുകയും ചെയ്തിരുന്നു. അതിനൊക്കെയും അവസാനമാണ് ഇത്തരത്തിൽ ലീഗിന്റെ ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ അവരുടെ ഒരു പരസ്യ നിലപാട് പ്രഖ്യാപനം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. എന്തായാലും ബാക്കിയുള്ള ഘടകകക്ഷികളൊന്നും തന്നെ അങ്ങനെ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും CP ജോൺ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെയും സതീശന് പിന്തുണ നൽകും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. സ്വാഭാവികമായും ആ നിലയ്ക്ക് ഈ MLA-മാരുടെ പിന്തുണ ഇല്ലെങ്കിലും ഇത്തരത്തിൽ ലീഗ് ഉൾപ്പെടെയുള്ള ആളുകളുടെ, ലീഗിന്റെ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഈ പിന്തുണ നേടിക്കൊണ്ട് തന്നെ ഈ ഒരു ചർച്ചയിൽ അല്ലെങ്കിൽ ഈ ഒരു പോരാട്ടത്തിൽ മുന്നോട്ട് വരിക അല്ലെങ്കിൽ മുന്നേറുക എന്ന് തന്നെയാണ് സതീശൻ പക്ഷത്തിന്റെ ഒരു തീരുമാനമെന്നത്. ഇത് സതീശന് നൽകുന്ന ഒരു മൈലേജ് ചെറുതല്ല എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ ഒരു പോരാട്ടത്തിൽ എന്ന് പറയുന്നത്. എന്തായാലും കെ.സി. വേണുഗോപാൽ ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല വിഭാഗങ്ങൾക്ക് ഇതിൽ കടുത്ത അതൃപ്തിയുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ആ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ തന്നെ ഇരു കൂട്ടരും നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടാകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായ. തീർച്ചയായും UDF-ലെ വലിയ ഘടകകക്ഷിയായ ലീഗ് തന്നെ ഇത്തരത്തിൽ പരസ്യ പ്രതികരണവുമായി വി ഡി സതീശന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തുമ്പോൾ വരും ദിവസങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട തർക്കം മുറുകുമെന്ന് ഏതാണ്ട് ഉറപ്പായി. എബിയാണ് വിവരങ്ങൾ നൽകിയത്.